ലേഖനം 3 പുസ്തകങ്ങളായി പുറത്തിറങ്ങി. 6 മാസത്തെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലം എന്ന് പറയണം. PN പണിക്കരുടെ ജീവചരിത്രം എഴുതി അതിന് മികച്ച ജീവചരിത്ര കൃതിക്കുള്ള PK പരമേശ്വരൻ നായർ സ്മാരക പുരസ്കാരം അതിന് കൃതി തിരഞ്ഞെടുത്തതും ആ പുരസ്കാരം എനിക്ക് തന്നതും വിശ്വശരീരനായ പ്രൊഫസർ പന്മനയാണ് എന്നത് എക്കാലവും ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാം ഇഷ്ടപ്പെട്ട കൃതികൾ തന്നെയാണ്. ഓരോന്നിൻ്റെ പിറകിലും നീണ്ട അന്വേഷണങ്ങളും ബേജാറുകളുമുണ്ട്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നും എല്ലാവരും ആഘോഷിക്കുമ്പോൾ നിസ്സംഗ മനസ്സോടെ അമർന്നിരുന്ന് നിഷ്ഠയോടെ അക്ഷരോപാസന നടത്തിയതിൻ്റെ ഫലമാണ് ഓരോ കൃതിയും. എന്നാലും ചിലതിനോട് നമുക്ക് പ്രത്യേക താല്പര്യം തോന്നും. ബാലകൃഷ്ണമാരാരുടെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങി എഴുതിയ APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം എനിക്കിഷ്ടപ്പെട്ടൊരു കൃതിയാണ്. 10 വർഷത്തെ നിരന്തര അന്വേഷണങ്ങൾക്കൊടുവിൽ തയ്യാറാക്കിയ രാമനാട്ടുകരയുടെ ചരിത്രം എനിക്കിഷ്ടപ്പെട്ടൊരു കൃതിയാണ്. ഞാൻ കഥാപാത്രമായ നോവൽ നിലാവഴികൾ എനിക്കിഷ്ടപ്പെട്ട ഒരു കൃതിയാണ്. പാറമ്മൽ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നതിൻ്റെ 50-ാം വർഷത്തിൽ ഒറ്റ ഇരുപ്പിൽ എഴുതി തീർത്ത ആ സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയുള്ള ജീവിതാനുഭവങ്ങളിലെ ചില ഏടുകൾ, അതിൻ്റെ ഒരു വാങ്മയ ചിത്രം, പണ്ടൊരു സ്കൂളിൽ എന്ന കൃതി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തു പറയുക അമ്മക്കനൽ എന്ന ഈ കഥാസമാഹാരമാണ്. 60ഓളം കഥകളെ ആകെ എഴുതിയിട്ടുള്ളൂ. അത് 2 സമാഹാരങ്ങളിലായി കുറേയൊക്കെ വന്നു, ബാക്കി സമാഹരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. 2 വർഷം മുൻപ് പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്പം പ്രായമായ ഒരു വീട്ടമ്മ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അമ്മക്കനൽ എന്ന കഥ എഴുതിയ ആളല്ലേ? ഞാൻ അതേ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ആ കഥ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായിക്കും, മരിച്ചുപോയ എൻ്റെ അമ്മയുടെ കഥയാണത്. വാസ്തവത്തിൽ ആ കഥ എൻ്റെ അമ്മയുടെ കഥയാണ്. ഞാനും അമ്മയുമാണ് അതിലെ കഥാപാത്രങ്ങൾ. ആ കഥ മറ്റൊരമ്മയുടെ കഥയാണ് എന്ന് കേട്ടപ്പോഴാണ് കഥയിൽ പിന്നീടൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു പ്രയാസവും അതൊന്ന് തിരിഞ്ഞു നോക്കണം എന്നൊരു തോന്നലും ഉണ്ടായത്. ഇതുവരെ എഴുതിയ കഥകളെല്ലാം നിരത്തി വെച്ച് അതിൽ നിന്ന് 20 എണ്ണം തിരഞ്ഞെടുത്ത് സമാഹരിച്ച പുസ്തകമാണ് അമ്മക്കനൽ. ഇതിപ്പോൾ 3-ാം എഡിഷനിൽ എത്തിയിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകം അന്ന് ജീവിച്ചിരുന്ന അമ്മയ്ക്കാണ് ഞാൻ സമർപ്പിച്ചത്. ഈ കൃതി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കൃതി എൻ്റെ ഉള്ളിൽ ഒരു കനലായി എപ്പോഴുമുള്ള അമ്മയുടെ പേരിൽ തന്നെയാണ്. നമസ്കാരം.